BYD ഇലക്ട്രിക് വാഹനരംഗത്ത് വലിയ മാറ്റം വരുത്തുന്ന ഒരു പുതിയ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചു. വെറും 5 മിനിറ്റിനുള്ളിൽ 470 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള ഈ സൂപ്പർഫാസ്റ്റ് ചാർജിംഗ് സിസ്റ്റം EV ഉപയോക്താക്കളുടെ പ്രധാന പ്രശ്നമായ ചാർജിംഗ് സമയം കുറയ്ക്കുന്നു. BYDയുടെ സൂപ്പർ പ്ലാറ്റ്ഫോം ആണ് ഈ അത്യാധുനിക സാങ്കേതികവിദ്യയെ ആകർഷകമാക്കുന്നത്. ഈ സിസ്റ്റം 1000 കിലോവാട്ട് വരെ ചാർജിംഗ് ശക്തി കൈകാര്യം ചെയ്യുന്നു, അതിനാൽ ഒരു സെക്കൻഡിൽ 2 കിലോമീറ്റർ ദൂരം ചാർജ് ചെയ്യാൻ കഴിയും. ഈ പുതിയ ബാറ്ററി ബ്ലേഡ് ബാറ്ററി ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ളതാണ്, അതിനാൽ സുരക്ഷയും ദൈർഘ്യവുമാണ് പ്രധാന സവിശേഷതകൾ. ആദ്യമായി ഈ സാങ്കേതികവിദ്യ BYD ഹാൻ എൽ സെഡാനും ടാൻ എൽ SUVയിലും അവതരിപ്പിക്കും. ഇതിന് പിന്തുണ നൽകാൻ BYD ചൈനയിൽ 4000 സൂപ്പർ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനും പദ്ധതിയിടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഹൈവേകളിലും നഗരങ്ങളിലും 5 മിനിറ്റിനുള്ളിൽ പൂർണ്ണ ചാർജിംഗ് ലഭ്യമാക്കുക എന്നതാണ്. BYDയുടെ ഈ പുതിയ ചാർജിംഗ് സാങ്കേതികവിദ്യ ടെസ്ല, നിയോ, പോർഷെ പോലെയുള്ള കമ്പനികളെ മറികടക്കുമോ എന്ന് നോക്കാം. ടെസ്ല സൂപ്പർ ചാർജർ V4ൽ 15 മിനിറ്റിൽ 320 കിലോമീറ്റർ മാത്രം ചാർജ് ചെയ്യാൻ സാധിക്കും. നിയോയുടെ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ഉപയോഗിച്ച് 5 മിനിറ്റിൽ പൂർണ്ണ ബാറ്ററി മാറ്റാം, പക്ഷേ അത് കമ്പാറ്റിബിൾ മോഡലുകൾക്ക് മാത്രമേ ലഭ്യമാകൂ. പോർഷെ ടേക്കാനിൽ 22 മിനിറ്റിനുള്ളിൽ 400 കിലോമീറ്റർ ചാർജ് ചെയ്യാം. ഇതെല്ലാം കണക്കിലെടുത്ത് BYDയുടെ 5 മിനിറ്റ് ചാർജ് ബാറ്ററി നിലവിൽ ലഭ്യമായതിൽ വച്ച് ഏറ്റവും വേഗതയേറിയതും പ്രായോഗികവുമായ ടെക്നോളജി ആണെന്ന് വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും വ്യത്യസ്ത രാജ്യങ്ങളിൽ ചാർജിംഗ് ഗ്രിഡ് സജ്ജീകരണം ആവശ്യമായതിനാൽ ഈ സാങ്കേതികവിദ്യയുടെ വ്യാപനം എത്രത്തോളം പ്രായോഗികമാണെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടാതെ വേഗത്തിലുള്ള ചാർജിംഗിന്റെ ബാറ്ററി ആയുസ്സിനുള്ള ദീർഘകാല പ്രതിഫലനങ്ങൾ വ്യക്തമല്ല. BYDയുടെ ഈ 5 മിനിറ്റ് ചാർജ് ബാറ്ററി EV വിപ്ലവത്തിന് തുടക്കം കുറിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിലിടൂ.